എഴുതി പഠിച്ചിട്ട് സ്കൂളിൽ പോകണം കേട്ടോ. പോയി ചൊല്ലിക്കോണേ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധഭവതമേ സദാ. നിങ്ങൾക്ക് അങ്ങോട്ട് കയറി നിൽക്കാവോ? അങ്ങോട്ട് കയറി നിന്നാൽ ഈ വഴി ഇവിടെ വഴി എല്ലാവർക്കും അറിയില്ല. വഴിയിൽ നിന്ന് ആൾക്കാർക്ക് അകത്തേക്ക് കയറി വരാൻ പറ്റില്ല അല്ലേ? നമുക്കറിയാവുന്ന കാര്യം നമ്മൾ അറിവിന്റെ സംഗീതത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ വഴിയടുത്ത് നിൽക്കരുത്. എല്ലാവരും സരസ്വതി ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സരസ്വതി മണ്ഡപത്തിലാണ് നിൽക്കുന്നത്. ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളുടെ നമ്മുടെയൊക്കെ നല്ല പഠിപ്പിനും നല്ല ഭാവിക്കും അല്ലേ? സരസ്വതി ഉള്ളിടത്ത് ലക്ഷ്മി ഐശ്വര്യമൊക്കെ വരുമെന്ന് പറയും. അപ്പം ദേവി എല്ലാവരും പ്രാർത്ഥിച്ച് ഒച്ചൊന്നും വെക്കാതെ അല്ലേ? ആദ്യം മേടിച്ചോലെ ഇങ്ങനെ അവരവർ തന്നെ വിചാരിച്ചിട്ട് വരിക കേട്ടോ. പ്രസാദമൊക്കെ തൊടിച്ചിട്ട് പ്രസാദമൊക്കെ മാറ്റി വെക്കുക കേട്ടോ. ഞാൻ കാണിക്കണേ കേട്ടോ. ഹരി ശ്രീ നമ. ഗുഡ് ബോയ് ആയില്ലേ? മോൻ ഗുഡ് ബോയ് നല്ലോണം പഠിക്കുമ്പോൾ അനിയനും നല്ലോണം പഠിച്ചോളൂ കേട്ടോ. ഫുൾ മാർക്ക് മേടിച്ച് പഠിക്കണേ. 1ാം ക്ലാസ് മുതൽ ഇനി തുടങ്ങാൻ പോവാണേ. എടുക്കുന്ന എഴുതി പഠിക്കാൻ പോകട്ടോ. ഓം ഹരി ശ്രീ നമ. നിങ്ങൾക്ക് ആരും പരസ്പരം സംസാരിച്ച് സരസ്വതി മണ്ഡപത്തിൽ നിൽക്കാൻ പാടില്ല കേട്ടോ. ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ച് സരസ്വതി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ഥലത്താണ്, മണ്ഡപത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പം ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ച് നിൽക്കും കേട്ടോ. നിങ്ങൾ മണലിലിരിക്കണം, എല്ലാവർക്കും തൊഴിക്കണം. പൂജിച്ച നെയ്യ് കിട്ടും സാരസ്വതം. അത് എല്ലാ കൊല്ലം മുടങ്ങാതെ കുട്ടികൾക്ക് കൊടുക്കണം. എല്ലാ കൊല്ലം തൊഴിക്കും വേണം കേട്ടോ. 2 കൂട്ടർക്ക് വരാം. അമ്മമാർ നടുക്കിരിക്കുക, അച്ഛന്മാരെ എടുത്തിട്ട് 2 കൂട്ടർ വീതം വരും കേട്ടോ. നിങ്ങളെവിടുന്ന വരുന്നത്? എല്ലാ കൊല്ലൊന്നും അടുത്തുകൊണ്ട് കൊല്ലത്തിലൊന്നും ആകണ്ട. സരസ്വതിക്കല്ലേ നിങ്ങളെല്ലാവരും ആലോചിച്ചാൽ മതി. നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തി, നല്ല ചിന്ത, നല്ലോണം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടോ, നമ്മുടെ കഴിവുകളൊക്കെ വിനിയോഗിച്ചിട്ടുണ്ടോ, അന്നൊക്കെ നമുക്ക് സന്തോഷവും സമാധാനം ഐശ്വര്യമൊക്കെ അല്ലേ ഉണ്ടായിട്ടുള്ളൂ. എന്നൊക്കെ നമ്മൾ ഒച്ചയും വിളിയും കൂട്ടിയിട്ടുണ്ടോ, വഴക്ക് പിടിച്ചിട്ടുണ്ടോ അല്ലേ? നമ്മൾ ജോലിയൊന്നും മര്യാദയ്ക്ക് ചെയ്യാതിരുന്നിട്ടുണ്ടോ, നമ്മുടെ ചിന്തകളൊക്കെ വ്യതിചലിച്ച് പോയിട്ടുണ്ടോ, അന്നൊക്കെ നമുക്ക് വിഷമവും സങ്കടമൊക്കെ അല്ലേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി, നമ്മുടെ കഴിവ്, ഇതിനെല്ലാം നമ്മുടെ വിശ്വാസപ്രകാരം അനുഗ്രഹം തരേണ്ട സരസ്വതി ദേവിയാണ് അല്ലേ? അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി സരസ്വതി ഉള്ളിടത്ത് ലക്ഷ്മി, ഐശ്വര്യവും സമ്പത്തും സമാധാനം ഒക്കെ ഉണ്ടാവുമെന്ന് പറയുക. ആയുരാരോഗ്യ സൗഖ്യം എല്ലാം ഉണ്ടാവുമെന്ന് പറയുക. അപ്പം നമ്മൾ ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ച് ഇവിടെ നിൽക്കുക. സരസ്വതി ദേവിയെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് നല്ലോണം നിങ്ങൾ ആരും ഒച്ച വെച്ചുകൊണ്ട് നിൽക്കരുത് കേട്ടോ. ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ അവിടെ ഇരിക്കാം കേട്ടോ. എന്നാലും കുഴപ്പമില്ല. എല്ലാവരും വഴി അടഞ്ഞ് നിൽക്കരുത് കേട്ടോ. തിരക്കൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങളത് നന്നായി വരും കേട്ടോ. 2 കൂട്ടർക്ക് വൈദ്യ ഇരിക്കുക ഇനി, കാരണം തിരക്കുള്ളതുകൊണ്ട് 2 പേരെ ഇതാണ്. അമ്മമാർ നടുക്കിരിക്കുക, അച്ഛന്മാർ അറ്റത്ത് ഇരിക്കുക. 2 ഫാമിലിക്ക് വരാം കേട്ടോ. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. മിടുക്കന്മാരായിട്ട് പഠിച്ചിട്ട് വരണേ. ആ സാരസവും നെയ്യും മേടിച്ചു കൊടുക്കണം കേട്ടോ. അമ്മമാർ നടുക്കിരുന്നത്, അച്ഛന്മാർ അറ്റത്ത് ഇരുന്നത് കേട്ടോ.